നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവമേ, ഇത് ആ യൂണിയൻ നേതാവല്ലേ? ദിനഗ്ര, ഒരു മിനിറ്റ്. ഓ ശരി. മല്ലികേ, എന്തോ ഒന്നിങ്ങ് വന്നേ. എന്താ മാഡം? നീ അതിങ്ങ് എടുത്തിട്ട് വാ. മംഗലശ്ശേരിക്കാരെ പല വഴി പൂട്ടാനുള്ളതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. കമ്പനി പൊളിഞ്ഞ വിവരം ഹെഡ് ഓഫീസുകളിൽ വിളിച്ച് ബാങ്കുകളെ അറിയിച്ചിട്ടുണ്ട്. അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. ഓ, അങ്ങനെയും ചെയ്തോ? പിന്നെ അല്ലാതെ. ബാങ്കുകാരെ അറിയാലോ, ഇത്തരം സന്ദർഭങ്ങളിൽ അവർ ഉണർന്നു പ്രവർത്തിക്കും. ജപ്തി നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു വശത്ത് സമരവും മറുവശത്ത് ജപ്തി ഭീഷണിയുമായി രംഗം കൊഴുക്കുമ്പോ ഞാൻ രംഗത്ത് വരും. ദിനകരൻ എനിക്ക് ചെയ്തു തന്ന സഹായം വളരെ വലുതാ. ബാങ്കുകാരെ ഇളക്കി വിടണമെങ്കിൽ തൊഴിലാളികൾ സമരത്തിനിറങ്ങണം. ദിനകരൻ അതെനിക്ക് ചെയ്തു തന്നു. എന്തിനും ഞാൻ കൂടെയുണ്ട്. ഇത് തൊഴിലാളികളെ സമരത്തിനിറക്കി വിട്ടതിന് ദിനകരന് ഞാൻ തരുന്ന അഡ്വാൻസ്. കമ്പനി എന്റെ കയ്യിൽ എത്തുന്ന ദിവസം ബാക്കി ഞാൻ പറഞ്ഞ 50 ലക്ഷം നിങ്ങൾക്ക് കിട്ടും. സമ്മതിച്ചു. ഇത് വാങ്ങിക്കൂ. എന്നാ വീണ്ടും കാണാം. ശരി ശരി. കണ്ടില്ലേ നീ, മംഗലശ്ശേരിക്കാരുടെ തകർച്ചയ്ക്കുള്ള ആദ്യ ഡോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സഞ്ജുവിന് മംഗലശ്ശേരി വീട് വിട്ടിറങ്ങിയാൽ സ്വാതിയുടെ വീട്ടിലേക്ക് പോകാനാവില്ല. വലിയ അഭിമാനിയാ സഞ്ജു. ഇനി കാണാൻ പോകുന്നത് സഞ്ജു ബന്ധുക്കളുമായി ഒരു ചെറിയ വാടക വീട്ടിൽ അഭയം തേടുന്നത്. ആ പ്രശ്നത്തിൽ സഞ്ജുവും സ്വാതിയും തമ്മിൽ അകലും. പ്രഭയും കാഞ്ചനയും ഒരിക്കലും മകളെ അങ്ങനൊരു സ്ഥലത്തേക്ക് വിടില്ല. ഇതിനിടയിൽ നമുക്ക് ഭംഗിയായി കളിക്കാം, അവളുടെ കൊച്ചിനെ ഇല്ലാതാക്കുന്നത് വരെ. ഹലോ. ഓക്കെ സർ, താങ്ക് യു. ആരാ മാഡം? മംഗലശ്ശേരിയിലേക്ക് ജപ്തി നോട്ടീസുമായി ബാങ്കുകാർ പുറപ്പെട്ടു കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.